കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിലും ഊർജിതമായി തുടരുകയാണ്. കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഉൾപ്പെടെ നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ബി ശ്രീകുമാർ ചേരുന്നുണ്ട്. ശ്രീകുമാർ, എങ്ങനെയാണ് ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത്? ഈ ഗൗതത്തെ കടലിൽ കാണാതായിട്ട് എന്നേക്ക് 9 ദിവസം തികഞ്ഞിരിക്കുന്നു. ദിന ജൂലൈ 31-നാണ് ഗൗതം ഉൾപ്പെടെ 3 പേരെ ഈ ശക്തമായ തിരയിൽപ്പെട്ട് കാണാതായത്, വള്ളം മറിഞ്ഞ് കാണാതായത്. അതിൽ മറ്റു 2 പേരെ അടുത്ത ദിവസം കണ്ടെത്തിയെങ്കിലും ഗൗതം കൃഷ്ണയെ ഇതുവരെ കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം ഗൗതം കൃഷ്ണയുടെ അമ്മ പോലീസ് സ്റ്റേഷനിലെത്തി ഇത് സംബന്ധിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ തെരച്ചിൽ കൂടുതൽ ശക്തമാക്കിയത്. ഇന്നലെ രാവിലെ തന്നെ ഇതിന്റെ തെരച്ചിൽ സംഘം രംഗത്തിറങ്ങിയിരുന്നു. 17 പേരടങ്ങുന്ന സംഘമാണ് തെരച്ചിൽ ഇറങ്ങിയത്. വിദഗ്ധ പരിശീലനം നേടിയ ടൂറിസം വകുപ്പിൽ നിന്നുള്ള 10 പേരും മറൈൻ എൻഫോഴ്സ്മെന്റിൽ നിന്നുള്ള 5 പേരും അടങ്ങുന്ന സ്കൂബ ടീമുമാണ് തെരച്ചിൽ നടത്തിയത്. ഒപ്പം തന്നെ സ്പീഡ് ബോട്ടിൽ കായലിലും വലിയ ബോട്ടിൽ കടലിലും പരിശോധന നടത്തി. നേവിയുടെ ഹെലികോപ്റ്റർ ആകാശ നിരീക്ഷണവും നടത്തിയിട്ടിരുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. കരയിലും പരിശോധന നടന്നു വരികയാണ്. വ്യാപകമായ പ്രതിഷേധം ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. തുടർന്നാണ് മന്ത്രി ഷിബു ബേബി ജോണും കളക്ടറുമൊക്കെ ഈ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി ബന്ധുക്കളെയൊക്കെ ആശ്വസിപ്പിച്ചതും കൂടുതൽ നടപടികൾ എടുത്തു വരികയും എന്തായാലും തെരച്ചിൽ വളരെ ശക്തമായി തുടരുകയാണ്. അപ്പം പ്രതിഷേധവും വരികയാണ്. മറ്റൊരു കാര്യം, ഈ ഗൗതം കൃഷ്ണയുടെ അമ്മ പറയുന്നത് പോലെ തന്നെ ഈ മറൈൻ എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരമ്മയുടെ വേദന പങ്കിട്ടുകൊണ്ട് തന്നെയാണ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ രേഷ്മ പ്രതികരിച്ചത്. ഭർത്താവിനെയും അച്ഛനെയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടും മകൻ എവിടെയാണെന്ന് പോലും അറിയാതെ 8 ദിവസം പിന്നിട്ട് കഴിഞ്ഞ് ജൂലൈ 31 നടന്ന കാര്യമാണ്. ഇന്ന് 8-ാം തീയതിയാണ്. ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണം. മത്സ്യത്തൊഴിലാളികൾ രക്ഷകരാണ്, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരാണ്. ആ മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ അവരുടെ കാര്യം വരുമ്പോൾ ആരുമില്ല തിരിഞ്ഞു നോക്കാനുള്ള. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കാര്യങ്ങൾ കടൽ പ്രക്ഷുബ്ധമായിരിക്കുമ്പോൾ ഈ തീരത്തുള്ള വറുതി, ഈ ട്രോളിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ വറുതി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കൂടുതൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടാകണം. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കണം. അല്ലെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ വേണ്ട സംവിധാനങ്ങൾ ഉടനെ പ്രവർത്തിക്കണം. മറൈൻ എൻഫോഴ്സ്മെന്റ് അടക്കമുള്ള ബോട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വലിയ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപവും ഈ ഗൗതം കൃഷ്ണയുടെ അമ്മ പ്രതികരിക്കുന്നുണ്ട്. ജിന. ശരി, ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. ഗൗതത്തെ കടലിൽ കാണാതായിട്ട് എന്നത്തേക്ക് 9 ദിവസമായിരിക്കുന്നു. ബി ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്.